Good evening, everyone. Today we'll be discussing one of the modern plays, one of the most celebrated modern plays, Riders to the Sea by J.M. Sinch. J.M. Sinch, as you all know, is an Irish playwright, and his other plays, like the Playboy of the Western World, are celebrated plays during the modernism. So, coming to the play, ജെയിംസ് സിഞ്ചിനെ കുറിച്ച് ആദ്യം നമുക്കൊന്ന് ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. ജെയിംസ് സിഞ്ച് ആരായിരുന്നു, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സിഗ്നിഫിക്കൻസ്, വാട്ട് ആർ ഹിസ് കോൺട്രിബ്യൂഷൻസ്. സോ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ആയിട്ട് നമുക്കൊന്ന് അദ്ദേഹത്തിന്റെ ബയോഗ്രഫി ഡീറ്റെയിൽസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ജെയിംസ് സിഞ്ച് അല്ലെങ്കിൽ ജോൺ മില്ലിംഗ്രം സിഞ്ച് വാസ് ബോൺ ഇൻ 1871 in Ireland. So at the time he was born, Ireland was also a part of the United Kingdom. പിന്നീടാണ് അയർലൻഡ് സെപ്പറേറ്റ് ആവുന്നത്. സോ സിഞ്ച് വാസ് ഓൾസോ എ പ്രോമിനന്റ് figure in driving the Irish literary movement as well as the Irish independence movement, along with the writers like W.B. Yeats. ജെയിംസിന്റെ notable ആയിട്ടുള്ള വർക്ക്സ് ഒന്ന് Deirdre of Sorrows, In the Shadow of the Glen, Riders to the Sea, The Aran Islands, The Playboy of the Western World. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള ഡ്രാമാസ് റൈറ്റിംഗ്സ്. അദ്ദേഹം ഐറിഷ് ലിറ്റററി റിനയസൻസുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന ഒരു റൈറ്ററാണ്. അതായത് ഐറിഷ് ലിറ്റററി റിനയസൻസിൽ മേജർ പാർട്ട് പ്ലേ ചെയ്തിട്ടുള്ള റൈറ്റേഴ്സിൽ ഒരാളാണ് ജെയിംസ് സിഞ്ച്, എലോങ് വിത്ത് വില്യം ബട്ട്ലർ ഈറ്റ്സ്. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ബയോ ഞാനിവിടെ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഐ ജസ്റ്റ് റീഡ് ത്രൂ ദിസ്. നിങ്ങൾക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. അതിലെ മേജർ ഡീറ്റെയിൽസ് മാത്രം ഞാൻ പറഞ്ഞു പോവാം. ഹി വാസ് ബോൺ ഇൻ അയർലൻഡ്, studied in Trinity College and Royal Irish Academy of Music. In the early age itself, he was influenced by Darwinian evolutionary biology. അതുകൊണ്ട് തന്നെ he was a critic of Christianity. അദ്ദേഹത്തിന്റെ എല്ലാ പ്ലേയിലും, പ്രത്യേകിച്ച് ഈ റൈഡേഴ്സ് ടു ദ സീ, പ്ലേബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്, ഇതിലൊക്കെ ആ ഒരു ക്രിസ്ത്യൻ വേൾഡിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഐഡിയോളജി യിലുള്ള സ്കെപ്റ്റിസിസം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു പെസിമിസം, കൈൻഡ് ഓഫ് എ പെസിമിസം ദാറ്റ് വി ഫൈൻഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദി 20th century, അതും ഈ വർക്കുകളിലെല്ലാം വളരെ വ്യക്തമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ്, ഒരു ഇമോഷനാണ്. സിഞ്ച് ഓൾസോ ഹാസ് റിട്ടൺ പോയട്രി. അതുപോലെ തന്നെ he has traveled across Europe. He has stayed in different places like in Paris and all. In Paris he was actually introduced to William Butler Yeats. അദ്ദേഹമാണ് ശരിക്കും ഐറിഷ് ലിറ്റററി മൂവ്മെന്റ്സിലേക്ക് അല്ലെങ്കിൽ ഐറിഷ് ലിറ്റററി കൾച്ചറിലേക്ക് അല്ലെങ്കിൽ ലിറ്റററി അസോസിയേഷനിലേക്ക് ആക്ച്വലി ജെയിംസ് സിഞ്ചിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് W.B. Yeats ആണ്. അതിനുശേഷം അവർ ഒരുമിച്ച് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ടുവേർഡ്സ് ദി ഐറിഷ് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്സ്. ഒരുപാട് റൈറ്റിംഗ്സും പ്രൊപ്പഗാൻഡസും ഒക്കെ ഒരുമിച്ച് ഇവർ നടത്തിയിട്ടുണ്ട് in the sphere of literature. പിന്നീട് he was also a writer of poetry, plays and articles. He was not confined to drama alone, but ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വർക്ക് എന്ന് പറയുന്നത് ഡ്രാമാസ് ആണ്. അതിനുശേഷം മറ്റൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് his association with the National Theatre Society, Irish National Theatre Society ആണ്. He was also a co-founder and one of the 3 directors of Irish National Theatre Society, which had an immense influence in the Irish national movement as well as the Irish literary renaissance. അദ്ദേഹത്തിന്റെ co-partners എന്ന് പറയുന്നത് W.B. Yeatsഉം ലേഡി ഇസബെല്ല ഗ്രിഗറിയുമായിരുന്നു. He died in 1919 in Dublin. Okay. ഇത് ടെക്സ്റ്റിനെ കുറിച്ചുള്ള കീ ഫാക്ടേഴ്സ് ആണ്. ഇത് കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഓൾറെഡി മെൻഷൻ ചെയ്തു പോയ കാര്യങ്ങളാണ്. ഈ പ്ലേ വാസ് റിട്ടൺ ഇൻ 1902. At the time of its writing, he was in 3 places like Dublin, Paris, and also Aran Islands. The first performance of this play was in 1904, February 25th. Okay. പിന്നെ ഇതിലൊരു താഴെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ പ്ലേയുടെ. യു ക്യാൻ, ഇഫ് യു ഗോ ആക്സസ് ദിസ് ലിങ്ക് യു ക്യാൻ ഫൈൻഡ് ആക്ച്വലി ദ പ്ലേ. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു പ്ലേ ആണ്, 1 ആക്ടിലുള്ള ഒരു പ്ലേ ആണ്, 1 ആക്ട് പ്ലേ ആണ്. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു പ്ലേ ആണ്. നിങ്ങൾക്ക് ഒരു 20 minutes ഇരുന്ന് ഒറ്റ സ്ട്രെച്ചിൽ വായിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു പ്ലേ ആണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു റീഡ്, ഈ ലിങ്ക് ഫോളോ ചെയ്താൽ മതി. യു ക്യാൻ ഫൈൻഡ് ദ ടെക്സ്റ്റ് ദെയർ.
നമുക്ക് ആദ്യം പ്ലോട്ട് സമ്മറി ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം തീം, ക്യാരക്ടേഴ്സ്, അതിനുശേഷം അതിന്റെ മേജർ മോട്ടീവ്സ്, മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം നമുക്ക് ഇതിന്റെ സമ്മറി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട്, അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ, അത് ചെറിയ പ്ലേ ആയതുകൊണ്ട് തന്നെ സമ്മറി അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. The play sets on an island west of Ireland, opens on kitchen inside a cottage filled with nets, oil skins and cooking tools. Kathleen, a girl around 20 years old, is kneading duff and spinning thread when Nora, her younger sister, asks whereabouts of their mother Maurya. So ഈ നാടകം, ഡ്രാമ തുടങ്ങുമ്പോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കിച്ചൺ ആണ്. സ്ഥലം അയർലൻഡ് ആണ്. അയർലൻഡിലെ ആരൻ ഐലൻഡ്സിലാണ്, ഒരു സീസൈഡ് പ്ലേസ് ആണിത്, അയർലൻഡിലെ ആരൻ ഐലൻഡ്സ്. അതുപോലെ തന്നെ ആരൻ ഐലൻഡ്സ് ഈസ് ആക്ച്വലി വെരി സിഗ്നിഫിക്കന്റ് geographical location considering the works of James Finch, because കുറെ നാടകങ്ങളിൽ ഈ ആരൻ ഐലൻഡ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ WB എയ്ഡ്സുമായിട്ടും ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലമാണ് ആരൻ ഐലൻഡ്സ്. WB എയ്ഡ്സ് അദ്ദേഹത്തിന്റെ ഹെൽത്ത് മോശമായിരുന്ന സമയത്ത് റിക്കവറിക്ക് വേണ്ടി പോയ ഒരു സ്ഥലമാണ് ആരൻ ഐലൻഡ്സ്. അതുപോലെ തന്നെ ജെയിംസ് ഇഞ്ചു ഒരുപാട് നാൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ സെറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഓൾസോ സീ സൈഡ് സെറ്റിംഗ്. സോ നാടകം തുടങ്ങുന്ന ഒരു കിച്ചൺ സെറ്റിംഗിലാണ്. കിച്ചണിൽ കാത്തലീൻ എന്ന് പറയുന്ന ഗേൾ, 20-year-old ഗേൾ, ഷീസ് നെഡിങ് ഡഫ്, അതായത് ബ്രെഡിന് വേണ്ടിയിട്ട് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്, സ്പിന്നിങ് ത്രെഡ്സ്, വൈൽ നോറ, ഹെർ യങ്ങർ സിസ്റ്റർ, ആസ് വെയർ അബൌട്ട് ദെയർ മൗറിയ. അപ്പൊ 3 ക്യാരക്ടേഴ്സിനെയാണ് ആദ്യത്തെ സീനിൽ തന്നെ നമ്മൾ കാണുന്നത്. കാത്തലീൻ, എ യങ് ഗേൾ ഓഫ് 20-year-old, അവരുടെ സിസ്റ്റർ നോറ, അവരുടെ മദർ മൗറിയ. After Kathleen tells her that Maurya is lying down, Nora presents a bundle that the young priest has given her, containing a shirt and a stocking from a drowned man in Donegal, who may be their brother Michael. The wind blows open the door, spurring Kathleen to ask Nora if the young priest would stop Bertley, their last living brother, from going on the sea in such a storm. However, the priest had assured Nora that God would not leave Maurya with no son living after all her prayers. Kathleen decides that she and Nora will not open the bundle yet in case Maurya wakes him. So, ഇവിടെ കാത്തലിൻ ചോദിക്കുകയാണ് മൗര്യ എന്തെടുക്കുകയാണെന്ന്. 3 ക്യാരക്ടേഴ്സിനെ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ കാത്തലിൻ, അതായത് 20-year-old ഗേൾ, ഷീ ആസ്ക് വേർ ഈസ് മൗര്യ, അതായത് അവരുടെ അമ്മ എന്തെടുക്കുകയാണെന്ന് ചോദിക്കുകയാണ്. സോ കാത്തലിൻ പറയാണ് ഷീ ഈസ് ആക്ച്വലി ലൈങ് ഡൗൺ. ഇത് പറഞ്ഞതിന് ശേഷം നോറ ഒരു പ്രസന്റുമായിട്ട്, നോറ ബ്രിങ്സ് എ പ്രസന്റ്, എ ബണ്ടിലാണ്, ഒരു ബണ്ടിൽ കൊണ്ടുവന്നിട്ട് കാത്തലിനെ കാണിക്കുകയാണ്. ഇതൊരു യങ് പ്രീസ്റ്റ് തന്നതാണ്, അതായത് ഇതിലേക്ക് മറ്റൊരു ക്യാരക്ടറാണ് യങ് പ്രീസ്റ്റ്. അതുപോലെ തന്നെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മറ്റ് 2 ക്യാരക്ടർ, ഒരു ക്യാരക്ടർ കൂടി ഉണ്ട്, അതായത് ബാട്ട്ലിയാണ്. ബാട്ട്ലി അവരുടെ ഇപ്പോൾ ആകെയുള്ള സണ്ണാണ് ബാട്ട്ലി. അതുപോലെ തന്നെ ഇതിലെ മൗര്യ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ശരിക്കും പ്രൊട്ടാഗണിസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. ഷീ ഈസ് എ ഓൾഡ് ലേഡി, മദർ ആണ്. So this is about what has happened to her family. Like they are actually fisherman family ആണ്. Fisherman family ആ ഒരു സമയത്ത് Ireland was like a kind of a poor nation. So ആ ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ ആ പോവർട്ടി ഒക്കെ വളരെ വ്യക്തമായിട്ട് ഈ പ്ലേയിൽ റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അവരുടെ വീട്ടിലൊരു ട്രാജഡി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബിഗ് ട്രാജഡി ഹാസ് ഹാപ്പൻഡ് ഇൻ ദ ലൈഫ് ഓഫ് മൗര്യ ആൻഡ് her children. Like she had 6 children, 6 sons. 6 ആൺമക്കളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡ്, അവരുടെ ഫാദർ ഇൻ ലോ, ഇവരെല്ലാരും സീഫെയറിങ്ങിന് പോയി, അതായത് ഇവരെല്ലാരും സീ സ്റ്റോമിൽ മരിച്ചുപോയ ആൾക്കാരാണ്. സോ കണ്ടിന്യൂസ് ആയിട്ട് ഓരോരുത്തർ ഇങ്ങനെ മരിച്ചു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മൗര്യ ഈസ് ആക്ച്വലി കൈൻഡ് ഓഫ് ഇൻ എ ഷാർട്ടേഡ് മൂഡ് ബിക്കോസ് ദ സീ ഹാസ് ടേക്കൺ ഓൾ the male members in her family, I mean all the male persons, male subjects in her life. So അതുകൊണ്ട് തന്നെ it's a kind of a family where a lot of a sequence of tragedies has happened. So നമ്മൾ ഈ ഡ്രാമയ്ക്കകത്ത് അടുത്ത സീനിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ, അതായത് മൗര്യയുടെ ഏറ്റവും റിമൈനിങ് ആയിട്ടുള്ള, ഏറ്റവും അവസാനത്തെ സൺ, അതായത് റിമൈനിങ് ആയിട്ടുള്ള ലിവിങ് ആയിട്ടുള്ള സൺ ബാട്ട്ലി ആക്ച്വലി സീയിലേക്ക്, കടലിലേക്ക് പോവാണ്, ഫിഷിങ്ങിനായിട്ട് പോവാണ്. പക്ഷെ മൗര്യ is not actually giving the consent because Maurya knows that if he also goes to sea, the sea will swallow him. I mean, he won't come back.
അവർ 1 to 2 വീക്സിലേക്കാണ് പോകുന്നത്, ഫിഷിങ്ങിനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ സീ ഒരു സെറ്റിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാവും സീ ഭയങ്കര ഫെറോഷ്യസ് ആയിട്ട് നിൽക്കുവാണ്. വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു സീ ആണ്, സ്റ്റോംസ് ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഹൈലി ഡേഞ്ചറസ് ടു ഗോ ടു സീ. പക്ഷേ അവരുടെ ഒരു ഫാമിലി സിറ്റുവേഷൻ വെച്ചിട്ട്, അതായത് അട്ടർ പോവർട്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ ബാട്ട്ലി അല്ലെങ്കിൽ മറ്റെല്ലാ മരിച്ചുപോയ എല്ലാവരും they were all compelled to go to sea because that was the only earning for them, അല്ലെങ്കിൽ only living opportunity, living opportunity was to go to sea even in these adverse situations. So അതുകൊണ്ട് തന്നെ ബാട്ട്ലിയാണ് ലാസ്റ്റത്തെ മെയിൽ മെമ്പർ ഇൻ ദ ഫാമിലി who is actually preparing to go to sea. സോ ഇവിടെ നോറ കാത്തലിനെ ഈ ഒരു പ്രസന്റ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ദിസ് ഇസ് ആക്ച്വലി ഡെലിവേർഡ് ബൈ ദി യങ് പ്രീസ്റ്റ് മറ്റൊരു ക്യാരക്ടറാണ് ഇതിൻ്റെ അകത്തെ. മേജർ ആയിട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അതിൽ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് യങ് പ്രീസ്റ്റ് ആക്ച്വലി സ്റ്റാൻഡ്സ് ഫോർ ദി കാത്തലിക് റിലീജിയൻ ഹിയർ. കാരണം അയർലൻഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു കാത്തലിക് നേഷനാണ്, അല്ലെങ്കിൽ കാത്തലിക് ലാൻഡ് ആണ്. ദാറ്റ് ടൈം ഇറ്റ് വാസ് നോട്ട് എ നേഷൻ. അതുപോലെ തന്നെ UK യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ, ഇംഗ്ലണ്ടിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ വെച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കനിസം ആണ് റിലീജിയൻ. പക്ഷെ അതിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ട് ഡിസ്റ്റൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ലാൻഡാണ് ശരിക്കും അയർലൻഡിൽ റിലീജിയന്റെ കാര്യത്തിൽ. കാരണം അയർലൻഡ് is still following Roman Catholic Church, whereas England is actually following, a majority of the England is actually Anglican Christians. സോ ആ ഒരു ഡിഫറൻസ് കൂടെ വളരെ വ്യക്തമായിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് വിത്ത് ക്യാരക്ടർ ഓഫ് പ്രീസ്റ്റ്. അതുപോലെ തന്നെ റിലീജിയന്റെ അല്ലെങ്കിൽ റിലീജിയസ് ബിലീഫിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ല, ബിലീഫിന്റെ ഒരു ഇൻഫ്ലുവൻസ്, അതിന്റെ ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ബിക്കോസ് they are all believers, they are all in one way or other believers, and their beliefs are actually being questioned upon these sequences of tragedies that are coming one by one. സോ യങ് പ്രീസ്റ്റ് അവർക്കൊരു ബണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബണ്ടിൽ ഇവർ തുറന്നിട്ടില്ല. അതെന്താ അത് ഡ്രൗൺ ചെയ്ത് മരിച്ച ഒരാളുടെ റിമൈനിങ്സ് ആണ് എന്നാണ് പറഞ്ഞാണ് യങ് പ്രീസ്റ്റ് കൊടുത്തേക്കുന്നത്. സോ മൈക്കിൾ എന്ന് പറയുന്ന ഇവരുടെ മറ്റൊരു ബ്രദർ, ഹി വാസ് ദ ലാസ്റ്റ് ടു ഗോ ടു ദ സീ ആൻഡ് ഹി ഹാസിൻ കം ബാക്ക്. സോ മൈക്കിളിന്റെ റിമൈനിങ്സ് ആവാം ഒരു പക്ഷേ ഇത് എന്ന് പറഞ്ഞിട്ടാണ് ചെക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് കൺഫേം ചെയ്യാനായിട്ടാണ് ശരിക്കും യങ് പ്രീസ്റ്റ് കൊടുക്കുന്നത്. ബട്ട് ദേ ആർ ആക്ച്വലി നോട്ട് ഇൻ എ സിറ്റുവേഷൻ ടു ഓപ്പൺ ദിസ് ബണ്ടിൽ ബിക്കോസ് അവരുടെ അമ്മ മൗറിയ, ഷീ ഈസ് സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ മൈക്കിൾ ടു കം ഹോം അറ്റ്ലീസ്റ്റ് ടു ഗെറ്റ് ഹിസ് ബോഡി. അതുകൊണ്ട് തന്നെ മൗര്യയെ ചെക്ക് ചെയ്തിട്ട് മൗര്യ ഉറങ്ങുവാണോ എന്ന് കൺഫേം ചെയ്തതിനു ശേഷം മാത്രമേ ഇത് ഓപ്പൺ ആക്കാൻ പറ്റൂ എന്ന് നോറ പറയാണ്. The wind blows open the door, spurring Kathleen to ask Nora if the young priest would stop Bartley and so അതിന്റെ ഇടയിൽ നോറയും കാത്തലിനും തമ്മിൽ മറ്റൊരു ഡയലോഗ് നടത്തുന്നുണ്ട്. അതായത് കാത്തലിൻ നോറയോട് ചോദിക്കുവാണ് ബാട്ട്ലിയെ സ്റ്റോപ്പ് ചെയ്യാൻ ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ യങ് പ്രീസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം യങ് പ്രീസ്റ്റ് പറഞ്ഞാൽ കേൾക്കുമെന്ന് പറയുന്നത് തന്നെ ആ ഒരു റിലീജിയന്റെ ഇമ്പോർട്ടൻസ് അവിടെ കാണിക്കാനായിട്ടാണ് അത്തരത്തിലൊരു ഡയലോഗ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നോറ പറയാണ്, however the priest had assured Nora that God would not leave Maurya with no son living after all her prayers. Kathleen decides that she and Nora will not open the bundle yet in case of Maurya vexing. So ഇവിടെ ഒന്ന് രണ്ട് മേജർ ഫാക്ടേഴ്സ്. ഒന്ന്, ഞാൻ റിലീജിയന്റെ കാര്യം പറഞ്ഞു. ഈ ഫാമിലി എന്ന് പറയുന്ന റിലീജിയസ്ലി ഓറിയന്റഡ് ഫാമിലിയാണ്. അതുപോലെ തന്നെ റിലീജിയന്റെ റോളിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഭാഗം ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ത്രൂ ദ പ്രീസ്റ്റ് ആൻഡ് ഓൾസോ the kind of dialogues that they are making between them. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഈ ഒരു ഫസ്റ്റ് രണ്ട് സീനിൽ തന്നെ നേച്ചർ വേഴ്സസ് റിലീജിയൻ, നേച്ചർ വേഴ്സസ് ഗോഡ് എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻസിയേഷൻ, ആ ഒരു ഡൈക്കോട്ടമി, വളരെ ഡയലക്റ്റിക്സ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ടും സിഞ്ചിന് സാധിച്ചിട്ടുണ്ട്. ഹിയറിംഗ് മൗര്യ സ്റ്റിയറിംഗ് അറ്റ് ദി അതർ റൂം, Kathleen hauls the bundle in the turf loft and throws turf down to feed the oven in which bread is baking for Bartley's journey. Upon entering, Maurya declares that Bartley will not go on the sea in such a weather and that the young priest will surely stop him. Nora tells that the priest will not stop him and that Bartley is determined to go. So മൗര്യ ആക്ച്വലി ഉറക്കത്തിൽ നിന്ന് എണീറ്റു. മൗര്യ കിച്ചണിലേക്ക് വരുമ്പോൾ കാത്തലീനെയും നോറേനെയും അവിടെ കാണുന്നുണ്ട്. സോ മൗര്യ വരുന്നത് കേട്ടിട്ട് ആക്ച്വലി ദേ ഹൈഡ് ദിസ് ബണ്ടിൽ ഇൻ ദ ടർഫ് ലോഫ്റ്റ് ആൻഡ് ത്രോസ് ടർഫ് ഡൗൺ ടു ഫീഡ് ദ അവൻ. അവന്റെ അവിടെ അത് ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ശരിക്കും അവർ ചെയ്യുന്നത്. സോ
മൗര്യ വരുമ്പോൾ തന്നെ മൗര്യ സംസാരിക്കുന്നത് ബേർട്ട്ലിയുടെ ജേർണലിനെ കുറിച്ചാണ്. മൗര്യ ചിന്തിക്കുന്നത് ആക്ച്വലി ബേർട്ട്ലിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ബേർട്ട്ലിയെ ഒന്നെങ്കിൽ യങ് പ്രീസ്റ്റ്, അതായത് ആ പ്രീസ്റ്റ് ബേർട്ട്ലിയെ കൺവിൻസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യും പോകാൻ പാടില്ല എന്നുള്ളത്. കാരണം ഇത്ര വെതർ എന്ന് പറയുന്നത് അത്രയും അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു വെതറാണ് ഇപ്പൊ പുറത്തുള്ളത്. അതുകൊണ്ട് തന്നെ മൗര്യയെ സംബന്ധിച്ചിടത്തോളം ബൈ നോ മീൻസ് ഷീ ക്യാൻ ആക്ച്വലി സെൻഡ് ബാർട്ട്ലി ഔട്ട് ഓൺ ദി സീ. പക്ഷെ നോറ പറയാണ്, സി ലൈക്ക് priest is not going to stop Bertley. Bertley has determined to go because Bertley പറയുന്നത്, ബർട്ട്ലി പോകാൻ തീരുമാനിച്ചു എന്ന് ബർട്ട്ലിയോട് ഫ്രണ്ട്സിനോട് പറയുന്നത് നോറ ഓൾറെഡി കേട്ടിരിക്കുന്നു എന്ന് മൗര്യയോട് നോറ പറയുകയാണ്. അടുത്ത സീക്വൻസിലേക്ക് പോകുമ്പോൾ a sad quiet Bertley enters and quickly asks for the rope which Kathleen had hung up to prevent the pig from eating it. Maurya attempts to keep Bertley from taking the rope as they might need it for Michael's body washes up if Michael's body washes up. She then reflects on the injustice of having paid so much for the white boards to make Michael's coffin since there is no body to bury it, and Bartley dismisses the idea that there is still a chance to finding Michael's body. So ഇത്രയും നടന്നു കഴിയുമ്പോഴത്തേക്കാണ് ശരിക്കും ഈ ഒരു ഡയലോഗ്, ഇവരുടെ ഈ അമ്മയും രണ്ടു മക്കളും തമ്മിൽ ഈ ഡയലോഗ് നടന്നു കഴിയുമ്പോഴത്തേക്കാണ് ശരിക്കും ബാർട്ട്ലി സീനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. They were also expecting Bartley because they know that Bartley has to go. Bartley actually he has gone out to the seaside, to the port to enquire whether there is any ship or boat going for fishing that day. So ബാർട്ട്ലി അത് അന്വേഷിക്കാനായിട്ടാണ് പോയത്. സോ ബാർട്ട്ലി അതിനുശേഷം തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ബാർട്ട്ലി ക്വിക്ലി എൻറ്റേഴ്സ് ഇൻടു ദി റൂം. ആൻഡ് അദ്ദേഹത്തിന്റെ ജസ്റ്ററിൽ നിന്ന് മനസ്സിലാവും വളരെ തിടുക്കത്തിൽ അദ്ദേഹം ഒരു പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുവാണ്. സോ ബാർട്ട്ലി വന്നിട്ട് ചോദിക്കുന്നത് റോപ്പാണ്. ആക്ച്വലി ബാർട്ട്ലി ഹാഡ് ബ്രോട്ട് എ ന്യൂ റോപ്പ്. ഡോണബയിൽ നിന്ന് ബാർട്ട്ലി ഒരു പുതിയ റോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ റോപ്പാണ് കാത്തലീനോട് ചോദിക്കുന്നത്. അപ്പൊ കാത്തലീൻ പറയുന്നു, ദാറ്റ് റോപ്പ് ഐ ഹാവ് hung over there in order to prevent the pig from eating it. ഈ ഒരു പിഗും അത്യാവശ്യം is also an important character here. Like ആ പിഗ് കാത്തലീൻ പറയുന്നത്, ആ പിഗ് തൂക്കിയിടാനുള്ള ഒരു കാരണമായിട്ട് കാത്തലീൻ പറയുന്നത് പിഗ് ആക്ച്വലി ഈറ്റ്സ് ദ റോപ്പ് എന്നാണ്. അതായത് ഇത് ശരിക്കും അവരുടെ പോവർട്ടിയുടെ മറ്റൊരു ഡയമെൻഷൻ ആണ് ശരിക്കും ഈ ഒരു പിക്ചറിലൂടെ സിഞ്ച് തുറന്നു കാണിക്കാൻ അല്ലെങ്കിൽ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. മൗര്യ അറ്റംപ്റ്റ്സ് ടു കീപ് ബർട്ട്ലി ഫ്രം ബർട്ട്ലി വരുന്നതിന് പുറകെ തന്നെ മൗര്യ ഈസ് കണ്ടിന്യൂസ്ലി ടോക്കിംഗ് ടു ബാർട്ട്ലി, trying to persuade him not to go. ഡിസ്കറേജ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നത്. വളരെ പെസിമിസ്റ്റിക് ആയിട്ട് ആണ് ഇവിടെ മൗര്യ സംസാരിക്കുന്നത്. മൗര്യ മൈക്കിളിനെ കുറിച്ച് പറയുന്നു, അതായത് ഇതിനു മുമ്പ് പോയ മൈക്കിളിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മൗര്യ പറയുന്നുണ്ട്. അതിനുശേഷം മൗര്യ പറയാണ്, യു ഡോണ്ട് ടേക്ക് ദാറ്റ് റോപ്പ്. ആ റോപ്പ് എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. കാരണം മൈക്കിളിന്റെ ബോഡി വാഷപ്പ് ചെയ്ത് വരുമ്പോൾ she wants that rope to bind his coffin. So she also then reflects on the injustice of having paid so much for white body. ആ ഒരു സമയത്ത് തന്നെ മൗര്യയുടെ റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഇൻട്രോസ്പെക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. മൗര്യ പറയാണ്, മൈക്കിളിന്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. 9 ദിവസമായി മൈക്കിള് സീല് പോയിട്ട്, പക്ഷെ ഇതുവരെ ബോഡി തിരിച്ച് കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഷീ ഹാസ് ഓൾറെഡി ബ്രോട്ട് വൈറ്റ് ബോട്ട്സ് ഈ കോഫിൻ ഉണ്ടാക്കാനുള്ള ബോട്ട്സ് ആണ്. So she has already brought neat, expensive white broads. പക്ഷേ മൈക്കിളിന്റെ ബോഡി കിട്ടിയില്ലെങ്കിൽ she can't make, there is no meaning in making the coffin and burying him. So അപ്പോ ബാർട്ട്ലി പറയാണ്, there is no, 9 ദിവസം കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ there is no hope for getting his remainings or his body washed in. Because ഇത്രയും ദിവസം കഴിഞ്ഞതുകൊണ്ട് his body might not be able to be found. സോ ബാർട്ട്ലിയുടെ ആക്ച്വലി ഈ ഒരു സീനിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് വരുന്നതെന്ന് വെച്ചാൽ റോപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ വൈറ്റ് ബോർഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബാർട്ട്ലിയുടെ ഡെത്തിനെ കൂടെ ഈ ഒരു സീൻ ഫോർസീ ചെയ്യുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബാർട്ട്ലിയാണ് ആകെയുള്ള റിമൈനിങ് മെമ്പർ ഇൻ ദ ഫാമിലി. ദ വൈറ്റ് ബോർഡ് സിംബലൈസസ് എ ഡിസറേ ഇൻ നോട്ട് ഫൈൻഡിങ് Michael's body. The miserable financial condition of the family is evident from the pig actually. So ഞാൻ ഈ ചെറിയ ലൈൻസിൽ കൊടുത്തേക്കുന്ന ഇതിൽ തീമാറ്റിക് ആയിട്ട് വരുന്ന ആസ്പെക്ട്സ് ആണ്. അത് നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാക്കാവുന്നതുള്ളൂ. As Bartley uses the rope to make a halter for his horse, he instructs Kathleen on taking care of certain horse once he is gone. Though Maurya is skeptical that Kathleen could do either. Maurya questions how she and her daughters will live once Bartley is dead and continues to try to prevent Bartley from going out onto sea. Kathleen's family tell her that it is a life of a young man to be going on the sea, and Bartley leaves.
സോ അടുത്ത സീനിൽ ആക്ച്വലി നമ്മൾ കാണുന്നത് ബാട്ട്ലി പോവാനായിട്ട് ഒരുങ്ങുവാണ്. ബാട്ട്ലി ആ റോപ്പ് എടുത്തിട്ട് അത് ആക്ച്വലി ഹോഴ്സിനെ ഹോൾഡ് ചെയ്യുന്ന റോപ്പായിട്ട് കെട്ടാനായിട്ടാണ് ശരിക്കും ബാട്ട്ലി ആ റോപ്പ് എടുക്കുന്നത്. പോകുന്നതിന് മുമ്പായിട്ട് കാത്തലിനെ വിളിച്ചിട്ട് കാത്തലിന് കുറച്ച് ഡെയിലി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുവാണ്. അദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ ഇന്ന കാര്യങ്ങളൊക്കെ കാത്തലിൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിന് ഞാൻ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ആസ്പെക്ട്, ഒരു കാര്യം അദ്ദേഹം ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ആ വൈറ്റ്, അതായത് ആ റോപ്പ് തിന്നുകൊണ്ടിരുന്ന ആ ഒരു പിഗ് ഉണ്ട്, ആ പിഗിനെ സെല്ല് ചെയ്യുന്ന കാര്യം അവിടെ പറയുന്നത്. ലൈക്ക് ദ പിഗ് വിത്ത് ബ്ലാക്ക് ടോസ്, എ പിഗ് വിത്ത് ബ്ലാക്ക് ടോസ്, അതായത് അതിനെ ബൈ ചെയ്യാനായിട്ട് ആൾക്കാർ വരുവാണെങ്കിൽ അതിനെ സെല്ല് ചെയ്തോളാൻ അത് അവിടെ ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട് ബാട്ട്ലി. പക്ഷേ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന മൗര്യയെ സംബന്ധിച്ചിടത്തോളം മൗര്യ ഈസ് ആക്ച്വലി ഡൗട്ട്ഫുൾ വെദർ അവരുടെ പെൺമക്കൾക്ക് ബാട്ട്ലിയുടെ അല്ലെങ്കിൽ ആണുങ്ങളുടെ അഭാവത്തിൽ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് കുറവ് മൗര്യയിൽ കാണാൻ പറ്റും. ആക്ച്വലി ഈ ഒരു സെക്ഷനിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ജെൻഡർ റോൾസ് ആർ ആക്ച്വലി ഓൾറെഡി വെരി വെരി വെൽ ഡിഫൈൻഡ് ഇൻ ദിസ് പ്ലേ. ഐ മീൻ സിഞ്ച് അതിനെ ക്രിട്ടിക്കൽ ആയിട്ട് ഷോക്കേസ് ചെയ്യുകയാണ് ശരിക്കും. കാരണം മൗര്യ കാത്തലിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ കാത്തലിന്റെ കപ്പാസിറ്റി ടു റൺ ദ ഫാമിലിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നപ്പോൾ അല്ലെങ്കിൽ ഡൗട്ട്ഫുള്ളോടുകൂടി നോക്കുമ്പോൾ ശരിക്കും ആ ഒരു ജെൻഡർ റോളിന്റെ ഒരു പ്രോബ്ലമാറ്റിക് ആണ് ഇവിടെ അപ്പിയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ കാത്തലിൻ പറയുന്നുണ്ട് ബാട്ട്ലിയെ മാക്സിമം പെർസ്യൂഡ് ചെയ്ത് പോവാതിരിക്കാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ, മൗര്യ ഒരു സൈഡിൽ ട്രൈ ചെയ്യുമ്പോൾ കാത്തലിൻ പറയുന്നുണ്ട് ഇറ്റ്സ് ദ ലൈഫ് ഓഫ് എ യങ് മാൻ ടു ബി ഗോയിങ് ഓൺ ടു സീ. ആ ഒരു ഡയലോഗിൽ നമ്മൾ കാണുന്നത് ഇറ്റ് ഈസ് എ മെയിൽ മെമ്പർ ഇൻ ദ ഫാമിലി, in their family is actually supposed to go into the sea. സോ അതെന്ന് പറയുന്ന അവരുടെ റോളിന്റെ ഭാഗമാണ്. സോ അത്തരത്തിലൊരു ജെൻഡർ ഡിഫൈൻഡ് ആയിട്ടുള്ള റോൾസ് വളരെ ക്ലിയർലി പ്ലേസ്ഡ് ഇൻ ദിസ് പ്ലേ ബൈ ഫിഞ്ച്, ജെയിംസ് ഫിഞ്ച്. പക്ഷേ അത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെ അതിനുശേഷം ബാട്ട്ലി പുറത്തേക്ക് പോവാണ്, റോപ്പൊക്കെ ആയിട്ട് ബാട്ട്ലി പോവാണ്. ബാട്ട്ലി ആക്ച്വലി ഒരു ഫെയറിനാണ് പോകുന്നത്. ബാട്ട്ലി സീ ഫെയറിങ്ങിനല്ല പോകുന്നത്. അതിന് മുമ്പായിട്ട് അദ്ദേഹം ഒരു ഫെയറിന് പോയിട്ട് അദ്ദേഹത്തിന്റെ ഒരു പോണി, ഒരു ഹോഴ്സിനെ വിൽക്കാനുണ്ട്. ആ ഹോഴ്സിനെ വിൽക്കാനായിട്ടാണ് അദ്ദേഹം ഇപ്പൊ പോകുന്നത്. അതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് ഫിഷിങ്ങിനായിട്ട് പോകുന്നത്. മൗര്യ despairingly cries out that she will have no son left by her by nightfall, and Kathleen rebukes her for not giving Bartley's blessings and sending him out with an unlucky bird behind him. Realizing that they have also forgotten to give his bread, Kathleen sends Maury to bring the bread to Bartley before he is gone, and while she is at it, to give him his blessings. Nora gives her Michael's old walking stick to steady her, and Maurya sadly reflects on the irony of a young leaving behind for the old. See, ഇതിൽ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സ് അല്ലെങ്കിൽ സീക്വൻസസ് നടക്കുന്നുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ബാട്ട്ലി ഓൾറെഡി പോയപ്പോൾ മൗര്യ ഭയങ്കര അപ്സെറ്റ് ആണ്. പക്ഷെ ആ അപ്സെറ്റ് ആയിട്ടുള്ള മൗര്യ ഈസ് ആക്ച്വലി ഫോർഗെറ്റിംഗ് to give blessings to his son who is going on seafaring, so അല്ലെങ്കിൽ ഫിഷിംഗ്. അപ്പോൾ കാത്തലിൻ പറയാണ്, സി ദിസ് ഓൾഡ് ലേഡി ഈസ് ഓൾവേസ് ലൈക്ക് എന്താ കേഴ്സിങ് ആണ്, അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ യു ഹാവ് സെൻഡ് യുവർ സൺ ഔട്ട് വിത്തൗട്ട് എ ലക്കി വിത്ത് ആൻ അൺലക്കി വേർഡ് ബിഹൈൻഡ് ഹിം എന്ന് ബ്ലെയിം ചെയ്യുന്നുണ്ട് ഇവിടെ കാത്തലിന് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വിമണാണ്. അതുകൊണ്ട് തന്നെയാണ് കാത്തലിൻ പറയുന്നത് ദിസ് ഈസ് എ ഡെസ്റ്റിനി which they cannot escape from. സോ അതോടൊപ്പം തന്നെ ഇപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത്, ശരിക്കും ഈ ഒരു ഡയലോഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കാത്തലിൻ റിയലൈസ് ചെയ്യുന്നത് ബാട്ട്ലിക്ക് കൊടുത്തുവിടാനുള്ള ബ്രെഡ് ആക്ച്വലി കൊടുത്തു വിട്ടിട്ടില്ല. അപ്പൊ കാത്തലിൻ ആക്ച്വലി മൗര്യനെ she is sending Maurya behind Bartley to deliver this and also give the blessings to him which was due for him. So മൗര്യ ഉടനെ തന്നെ പ്രിപ്പയർഡ് ആയിട്ട്, മൗര്യ കൈൻഡ് ഓഫ് ഓൾസോ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്. അതായത് മോനെ ബ്ലസ് ചെയ്ത് തിരിച്ചു വിടാൻ, അതായത് നല്ല രീതിയിൽ പ്ലസൻഫുൾ ആയിട്ട് പറഞ്ഞു വിടാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം മൗര്യ ഈസ് വെരി മച്ച് കൺവിൻസ് ദാറ്റ് ബാട്ട്ലിയുടെ ജേർണി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു എൻഡ് ക്വൈറ്റ് ഗുഡ്. ബാട്ട്ലി മരിക്കാൻ പോവാണെന്നുള്ളൊരു വളരെ ഇന്റന്റഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഈ മൗര്യയുടെ ഡയലോഗ്സിലെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും.
സോ നോറ ഗിവ്സ്. അതുപോലെ തന്നെ മൗര്യ പുറത്തേക്ക് നടക്കാൻ തുടങ്ങാൻ പോകുമ്പോഴത്തേക്ക് തന്നെ നോറ മൈക്കിളിന്റെ ഓൾഡ് വാക്കിംഗ് സ്റ്റിക്ക് എടുത്ത് മൗര്യയുടെ കയ്യിലേക്ക് കൊടുക്കണം. അപ്പൊ മൗര്യ പറയുന്ന ഒരു ഡയലോഗ്, അത് ഇവിടെ ആടിയിട്ടില്ല. ഡയലോഗിന്റെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ ലൈക്ക് ഇറ്റ്സ് ക്വൈറ്റ് an irony that young people are leaving behind their products അല്ലെങ്കിൽ their objects അല്ലെങ്കിൽ their things for the old. അതായത് young people are all dying and old people who are actually supposed to die. I mean, it's quite normal that the old people die, but here it is quite opposite. Old people do not die. They remind to see that their younger ones are no more. സോ ആ ഒരു ഫൈറ്റിനെ ഇവിടെ വളരെ ഐറോണിക്കലി റെപ്രസെന്റ് ചെയ്തൊരു ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് മൗര്യ ഫുഡുമായിട്ട് ബാട്ടിലിയെ കാണാനായിട്ട് പോകുന്നത്. Okay, with Maurya gone after Bartley, Kathleen and Nora have their chance to look through the bundle. Cutting through the knots, they take out the bit of stocking. After counting the stitches in the stocking, they realize it must be indeed Michael's. For Nora remember dropping 4 stitches when making it. They are overcome with grief at the knowledge that Michael has drowned, lamenting that there is nothing left for his body but a bit of an old shirt and a plain stocking. So Maurya takes a leave from the stage. മൗര്യ ബാട്ട്ലിയെ കാണാനായിട്ട് പുറപ്പെടുന്നു. ആ ഒരു സമയത്ത് തന്നെ കാത്തലിൻ നോറയും കൂടെ അവർക്ക് നേരത്തെ ലഭിച്ച ഒരു ബണ്ടില് തുറക്കുവാണ്. സോ ആ ബണ്ടിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ there are something like placed in the bundle, a bit of the stocking. മെയിൻ ആയിട്ടും ഒരു സ്റ്റോക്കിങ്ങിന്റെ ഒരു അവശിഷ്ട ഭാഗമാണ് അതിൽ കിട്ടുന്നത്. ആ സ്റ്റോക്കിങ്ങിലെ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്തതിനു ശേഷം ഷോക്കിംഗ്ലി നോറ പറയാണ്, I do remember that dropping 4 stitches when I was making stockings for Michael. So അവര് അങ്ങനെയാണ് ശരിക്കും കൺഫേം ചെയ്യുന്നത് മൈക്കിൾ ഈസ് നോ മോർ, ഇത് മൈക്കിളിന്റെ ഡ്രസ്സ് തന്നെയാണെന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരു ഐറോണിക് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ മൈക്കിളിനെ ബന്ധപ്പെടുത്തുന്ന ക്ലോസ്ലി റിലേറ്റ് ചെയ്യുന്ന ഒരു എവിഡൻസും അവർക്ക് കിട്ടിയിട്ടില്ല. ആകെ കിട്ടിയിട്ടുള്ള ഈ സ്റ്റോക്കിംഗ് ആണ്. അതും വളരെ ഡിസ്റ്റന്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ അഡ്വേഴ്സ് ആണ്. അത് വളരെ വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. So they are overcome with, they feel like they are actually grieving because they have confirmed that Michael is drowned. അവര് ലെമന്റ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ they are also telling that nothing of a sort of a body is left of him. Only left is but a bit of an old shirt and a plain stocking. So Kathleen hears Maurya coming back up the path and decides that they will not tell her about the proof of Michael's death until Bartley returns from his voyage. The girls busy themselves, and Maurya comes in slowly, still carrying the bread. Kathleen questions Maurya about what has happened as she begins to wail in grief. Weakly and fearfully, Maurya reveals that she has seen Michael. Kathleen softly contradicts her, telling her that his body is after being found in the far north and he has got a clean burial by the grace of God. So ഈ ഒരു സീൻ കഴിയുമ്പോഴത്തേക്ക് ഇവര് ഈ മൈക്കിളിന്റെ ഡെത്ത് ഏകദേശം കൺഫേം ചെയ്തിട്ട് അതിൽ ഗ്രീവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മൗര്യ തിരിച്ചു വരുന്നത്. മൗര്യ വളരെ വേഗത്തിൽ തന്നെ, വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഷീ ഈസ് കമ്മിങ് ബാക്ക് വെരി ഫാസ്റ്റ് ദ സെയിം പാത്ത്. ആൻഡ് അതുപോലെ തന്നെ സ്റ്റണ്ണിംഗ്ലി ഷീ ഹാസ് ദ ബ്രെഡ് വിത്ത് ഹർ. അതായത് ബാട്ടിലേക്ക് അത് ഡെലിവറി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മൗര്യയെ ബ്രെഡുമായിട്ട് തിരിച്ചു വരുന്ന കാണുമ്പോൾ തന്നെ കാത്തലിൻ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് ആക്ച്വലി. പക്ഷെ മൗര്യ ഒന്നും പറയുന്നില്ല. മൗര്യ പറയുന്ന ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒരു ഡയലോഗ് ഉണ്ട്, ദാറ്റ് ഈസ് ലൈക്ക്, അതായത് ഐ ഹാവ് സീൻ ഞാനത് കറക്റ്റ് മറന്നുപോയി, അത് ഞാൻ ഇവിടെ കൊട്ടേഷനിൽ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ്. ഐ ഹാവ് സീൻ ദ ഡ്രയറിയസ്റ്റ് തിങ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ആ ഒരു ഡയലോഗ് അതാണ് അവർ പറയുന്നത്. അവർ കറക്റ്റ് ആയിട്ട് വ്യക്തമാക്കുന്നില്ല എന്താണ് കാണുന്നത്. അതിനുശേഷം അവർ പറയുന്നു ഐ ഹാവ് സീൻ മൈക്കിൾ റൈഡിങ് ഇൻ ദ ഹോഴ്സ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അതൊന്നും അല്ല. മൗര്യ ശരിക്കും കണ്ട സീൻ എന്ന് പറഞ്ഞാൽ ദറ്റ് വാസ് എ death of his son Bartley ആണ്. ബാർട്ട്ലിയുടെ മരണമായി. ബാർട്ട്ലി is actually dead. Bartley was knocked off by his own pony, by his own horse into the sea, and he also drowned. He's also drowned. സോ ആ ഒരു സീൻ ശരിക്കും മൗര്യ വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ട്രോമയിൽ നിന്നും മൗര്യക്ക് ഇത് പറയാൻ പറ്റുന്നില്ല. മൗര്യ is actually relating all this, actually she is taking all this as a single sequence, and she is actually mixed up with figures and faces. So she is telling that Michael, she has seen Michael riding on the
on the house. And also Michael is called quite, I mean, considered to be one of the most favorite of among his sons. So അതുകൊണ്ടാണ് മൈക്കിളിനെ കുറിച്ച് ഇത്ര ഒബ്സസ്ഡ് ആയിട്ട് മൗര്യ സംസാരിക്കുന്നത്. കാത്തലിൻ സോഫ്റ്റ്ലി കോൺട്രഡിക്ട്സ് ഹർ, ടെലിംഗ് ഹർ ദാറ്റ് ഹിസ് ബോഡി ഈസ് അഫ്റ്റർ. സി മൈക്കിളിനെ അല്ല, മൈക്കിളിനെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് മൈക്കിളിനെ കണ്ടു എന്ന് പറയുമ്പോൾ കാത്തലിൻ പറയാണ്, സി അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം they have already confirmed the death of Michael. അദ്ദേഹത്തിന്റെ ബോഡി ഫാർ നോർത്തിൽ വാഷ്ഡ് അപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന്, ഐ മീൻ അതൊരു അസംഷൻ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ. പക്ഷെ അതുപോലെ തന്നെ ഷീ ഈസ് മേക്കിംഗ് എ വെരി വെരി important statement here, like he has got a clean burial by the grace of God. അവിടെ വീണ്ടും റിലീജിയനെ അഫോം ചെയ്യുന്ന കാത്തലിനെയാണ് നമ്മൾ കാണുന്നത്. നേച്ചർ വേഴ്സസ് റിലീജിയൻ എന്ന ഒരു ക്ലാഷിന്റെ ഉള്ളിൽ റിലീജിയനിൽ തന്നെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്ന, അവരുടെ വോറീസിനെയും അവരുടെ ഫെയ്റ്റിനെയും റിലീജിയനിൽ തന്നെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്ന കാത്തലിനെയാണ് നമ്മളിവിടെ കാണുന്നത്. So Maurya tells her daughter that as she tried to say God speed you to Bertley, the words stopped in her throat. She then saw Michael in the fine clothes and shoes riding behind Bertley on a grey pony. Kathleen immediately begins to keen, believing that this is an omen of death for Bertley, and Nora clings to the young priest's promise that God will not leave Maurya destitute. സോ അതിനുശേഷം കാത്തലിനും നോറയും കൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മൗര്യനെ ഇൻട്രോസ്പെക്ട് ചെയ്യണം. എന്താണ് മൗര്യ കണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മൗര്യ പറയാണ്, ഐ ട്രൈ ടു സേ ഗോഡ് സ്പീഡ് യു എന്ന് പറയാൻ ബർട്ട്ലിയോട് പോയപ്പോ those words actually choked in her throat. ആ വാക്കുകൾ അവരുടെ തൊണ്ടയിൽ തന്നെ ഉടക്കി നിന്നു എന്നാ പറയുന്നത്. ഐ മീൻ, അതായത് അതൊരു ബാഡ് ഓമൻ ആയിട്ട്, അല്ലെങ്കിൽ അതൊരു അഡ്വേഴ്സ് ഓമൻ ആയിട്ടാണ് ശരിക്കും അവിടെ ഒരു ലക്ഷണമായിട്ടാണ് അവിടെ മൗര്യ പ്രസന്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് മൗര്യയുടെ ഫിക്ടീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാൻസി ആയിട്ടുള്ള വിഷനെ കുറിച്ച് പറയുന്നത്. ഷീ said then saw Michael in fine clothes, shoes, riding behind Bartley on a grey pony. ഒരു ഗ്രേ പോണിയിൽ ബാർട്ട്ലിയുടെ പുറകിൽ ഫൈൻ ക്ലോത്ത്സ് ധരിച്ച് മൈക്കിൾ പോകുന്ന ഒരു വിഷൻ അവർ കണ്ടു എന്ന് പറയുന്നത്. കാത്തലിൻ immediately begins to keen, believing that it's an omen. Kathleen is actually kind of a spiritual lady, I mean, but at the same time she has also very paganistic understanding, I mean paganistic beliefs too. She holds paganistic beliefs too. അതുകൊണ്ട് തന്നെ കാത്തലിൻ ഉടനെ തന്നെ പറയണം, this vision is actually very bad omen. It actually refers to the death of Bartley. പക്ഷെ നോറ is more of a Christian, more of a real Christian, a very conventional Christian, a Christian in the right Catholic sense, because she's again relating it to religion and God, Catholicism, and telling that sort of a thing won't happen, because the young priest has promised them that the prayers of Maurya won't go in vain. As Maurya, grief-stricken and oblivious to her surroundings, recounts the way in which her son's husband and father-in-law have died on the sea. Nora and Kathleen hear someone crying out on the seashore. Old women began to come into the house and kneel down. Maurya asks Kathleen who has died and wonders how they would know if it was Michael after being so long in the sea. Kathleen declares that it is indeed Michael and shows her mother the clothes from the bundle. So, മൗര്യ ഈ അടുത്ത സീക്വൻസിലും ഗ്രീഫ് സ്ട്രിക്കൺ ആയിട്ടുള്ള മൗര്യയുടെ റിഫ്ലക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് അവരുടെ ഹസ്ബൻഡും അതുപോലെ തന്നെ മറ്റ് മക്കളും മറ്റ് സൺസും എങ്ങനെയാണ് മരിച്ചതെന്നും എത്ര പേരാണ് മരിച്ചതെന്നും എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ നമ്മൾ ഈ ഒരു ഇൻട്രോസ്പെക്ഷനിലാണ് കിട്ടുന്നത്. At the same time, നോറയും കാത്തലിനും they hear a kind of a crying out from the shore. കുറെ ആളുകൾ, അതായത് കുറെ നെയ്ബേഴ്സ് അവരുടെ വീടിനെ ലക്ഷ്യമാക്കി നടന്നു വരുന്നവർ കാണുന്നുണ്ട്. സോ അവർ they will get wondered why these people are coming. I think they're having a body also with them. So they're telling that it might be of Michael's body. They have no, I mean, even distance thought about Bartley's body being brought into. Even though they are actually kind of understanding that these omens are bad, they don't think that Bartley is already dead. So അതുകൊണ്ട് തന്നെ അവര് വിശ്വസിക്കാൻ മൗര്യയും കാത്തലിനും നോറയും വിശ്വസിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് അതേപോലെ തന്നെ കാത്തലിൻ നോറയും മൗര്യ എടുത്ത് കാണിക്കുകയാണ്, we have got an evidence to confirm the death of Michael actually, because we have got this parcel delivered by the priest. അതുകൊണ്ട് തന്നെ ഇത് മൈക്കിളിന്റെ ബോഡി ആയിരിക്കും they might be carrying എന്ന് അവര് വിചാരിക്കുകയാണ്. However, it is in fact Bartley who has died. More town people enter the cottage and Bartley's body is carried in on a plank with a bit of sail covering it. One of the women tell Kathleen that Bartley's horse knocked him into the sea.
So ഇവിടെയാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ബാട്ട്ലി മരിച്ചു പോയതെന്ന്. Bartley actually was knocked down by his own horse, and he was dropped into the sea and he drowned there. So village people എല്ലാവരും ഒത്തുചേർന്നിട്ട് ആ ബോഡി അവരാണ് കൊണ്ടുവരുന്നത്. So they bring it into their cottage, and they are telling the real story what happened to Bartley. The woman who have gathered in the cottage begin to keen as she anoints Bartley with holy water. Moria speaks aloud to herself of how there isn't anything more the sea can do to her. Despite her prayers, the sea has taken her last son, and she now will have a great rest. Kathleen reflects on how old and broken Moria has become, and Moria prays for the souls of her sons and of everyone left living in the world. Moria then declares that it is everyone's fate to die in the end, and that we must be all satisfied. So, ഇതൊരു കൺക്ലൂഡിംഗ് സെക്ഷൻ ആണ്. അവിടെ തന്നെ നമുക്കറിയാം, ഇറ്റ്സ് ഓൾ everyone is informed that Bartley is actually dead. So Mauriയെ സംബന്ധിച്ചിടത്തോളം it's a kind of a resolution, ഒരു അവസാനമാണ്, ഒരു conclusion, because she has lost all her son, including not only son, her father-in-law and also her husband. So Mauriയെ സംബന്ധിച്ചിടത്തോളം it's a kind of a resolution. There isn't anything. അതുകൊണ്ടാണ് മൗര്യ പറയുന്നത് there isn't anything more the sea can do to her. ഇനി കടലിനെ സംബന്ധിച്ചിടത്തോളം അവളെ ഒരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല, because അതിന്റെ ഏറ്റവും മാക്സിമം has done to her by the sea. അതുപോലെ തന്നെ she's telling that she can be in a great rest, because so far she was praying for all her son who are going to, or all her sons who are going on to sea. So ഇനി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ആ ലേബർ അവസാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും മരിച്ചുപോയി. ഇനി ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ ഗ്രേറ്റ് റെസ്റ്റ് ഫോർ ഹർ. ആ ഒരു സമയത്ത് തന്നെ കാത്തലിന്റെ ഡയലോഗിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഹൗ ബ്രോക്കൺ ആൻഡ് ഹൗ ഓൾഡ് മൗര്യ ഹാസ് ബിക്കം എന്നുള്ളതാണ്. മൗര്യയുടെ ആ ഒരു ഇന്നർ ടർമോയിൽസും ആ ഒരു ഡിഫിക്കൽട്ട് ടൈംസ് ഹാസ് മെയ്ഡ് ഹർ റിയലി ഹാസ് പ്ലേസ്ഡ് ഹർ റിയലി ഇൻ എ ബാഡ് പൊസിഷൻ, ഇൻ എ ബാഡ് സ്റ്റേറ്റ് ഓഫ് ലിവിങ്. സോ അതിനുശേഷം ഒന്ന് രണ്ട് ഇൻട്രോസ്പെക്ഷൻസ് മൗര്യയുടെ പാർട്ടിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. കൈൻഡ് ഓഫ് എ റെസൊല്യൂഷൻ പോലെ അവരുടെ ഭാഗത്ത് തന്നെ വരുന്നുണ്ട്. എവ്രി വൺ ലെഫ്റ്റ് ലിവിങ് ഇൻ ദിസ് വേൾഡ്. എല്ലാവരും മരിച്ചു പോകണം. മൗര്യ പറയുന്നുണ്ട് ഡിക്ലെയർസ് ദാറ്റ് ഇറ്റ് ഈസ് എവ്രി വൺസ് ഫേറ്റ് ടു ഡൈ ഇൻ ദ എൻഡ് ആൻഡ് ദാറ്റ് വി മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. സോ അത് എല്ലാവരും മരിച്ചു പോകും, അതുകൊണ്ട് തന്നെ we should be satisfied. Kind of trying to find a consolation and trying to make sense of what is happening around her. ആ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് ശരിക്കും ഈ ഒരു നാടകം അവസാനിക്കുന്നത്. സോ ഇതാണ് ഈ നാടകത്തിന്റെ സമ്മറി. ജിസ്റ്റ് വളരെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ഈ നാടകത്തിന്റെ സമ്മറി. അതായത് മൗര്യ എന്ന് പറയുന്ന പ്രൊട്ടാഗണിസ്റ്റ്, അവരുടെ 6 മക്കള്, അതുകൂടാതെ അവരുടെ ഹസ്ബൻഡിലോ ഇവരെല്ലാവരും ഫിഷർമെനാണ്. അവരെല്ലാവരും കടലിൽ പോയി, കടൽ അവരെ എല്ലാവരെയും കൊണ്ടുപോയി. they all died in sea. So മൗര്യയെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ son, the remaining son, the one who has to look after her family, has actually decided to go to sea, and she is trying to stop him by any means. പക്ഷേ Bartley is very determined, because their family situation is very bad. He has to feed her mother and 2 sisters, so he has to take care of them. The only means so through which he can survive, or his family can be fed, is to go to sea. അപ്പൊ അത് ലാസ്റ്റ് ഓപ്ഷൻ അല്ല, ഫസ്റ്റ് ഓപ്ഷനും ലാസ്റ്റ് ഓപ്ഷനും അത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ബാട്ട്ലി കടലിലേക്ക് പോകാൻ ഡിസൈഡ് ചെയ്യുന്നു. ആ സമയത്ത് തന്നെ മൗര്യയും നോറയും അവരുടെ ഡയലോഗ്സിലൂടെ ആ ഒരു ഫാമിലിയുടെ ഫുൾ കൾച്ചറൽ, സോഷ്യൽ, ഇക്കണോമിക് സിറ്റുവേഷൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ മൗര്യയുടെ ഡയലോഗ്സിലൂടെ അവരുടെ ഒരു ഫേറ്റ്, അവരുടെ ഒരു ട്രാജിക് ഫേറ്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടുന്നു. അങ്ങനെ ബാട്ട്ലി പോകുന്നു, ബാട്ട്ലി പുറത്തു പോകുന്നു. ബാട്ട്ലി വാസ് ആക്ച്വലി നോക്ക് ഡൗൺ ബൈ ഹിസ് ഓൺ പോണി വിച്ച് ഹി വാസ് ഗോയിങ് ടു സെൽ ഇൻ ദ ഫെയർ. അപ്പോ മൗര്യ ബ്ലെസ്സിംഗ് ഒന്നും കൊടുക്കാതെയാണ് ബാട്ട്ലിയെ പറഞ്ഞയക്കുന്നത്. So Maurya goes back to deliver the food to Bartley and finds that Bartley is dead. So Bartley is brought into the house, and Maurya is finally trying to come in terms with the reality that all her male members in the family are dead, and nobody is there to take care of her family now. So that is where the play, that with that sad note, the play actually ends, and it is actually kind of a very critical a reflection on the situation of people there around, and also the morality of Christianity, the morality of Roman Catholicism is actually questioned here. Because why should we pray? Because after all the prayers we have done, nothing is being delivered. And also another important aspect of this play is the way it has pictured the nature.
nature is always in clash with the god, or maybe the so-called religious principles and morality. We will look into Now we look into the characters. Maurya, an old woman, is the mother of Bartley, Michael, Kathleen, and Nora, and she has withered the dead of her husband's father, and the rest of her some 6 sons. Bartley is Maurya's last surviving son and the only man remaining in the household. He is determined to go out on the sea to provide for his family, despite the grief he feels after likely death of his brother Michael. Kathleen is Maurya's older daughter, about 20 years old. അവരുടെ ഏജ് കറക്റ്റായിട്ട് നാടകത്തിൽ പറയുന്നുണ്ട്. നോറ യങ് ഗേൾ, നോറ her sister Kathleen in household tasks. The young priest never physically appears in the play. He is often referred by other characters, particularly in the context of the promise to Maurya that God would not leave her destitute with no son living. Michael ഒരു absent ആയിട്ടുള്ള ക്യാരക്ടറാണ്. മൈക്കിളിനെ കുറിച്ചുള്ള റെഫറൻസസ് മാത്രമേ ഉള്ളൂ. മൈക്കിളാണ് ബാട്ട്ലിക്ക് മുമ്പ് ഡിസപ്പിയർ ആയിട്ടുള്ള സൺ എന്ന് പറയുന്നത്. And also he is one of the most favorite child of Maurya. തീംസിലേക്ക് പോകുമ്പോൾ മെയിൻ ആയിട്ടുള്ള ആദ്യത്തെ തീം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി ആണ്. സ്പിരിച്വാലിറ്റി പല രീതിയിൽ അതിൽ ഡെപ്പിക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞതുപോലെ സ്പിരിച്വാലിറ്റി, റോമൻ കാത്തലിസിസം വളരെ കാത്തലിക് മൊറാലിറ്റി, അതുപോലെ തന്നെ കാത്തലിക് ബിലീവേഴ്സിന്റെ സെന്റിമെന്റ്സ്, അവരുടെ സ്റ്റാറ്റസ് കോ, അതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. Depicts a devout community of Catholics. The characters rely on blend of Catholicism and pagan beliefs native to Aran Island in order to grapple with the relentless hardships of their life. So ഇവിടെ ബോത്ത് കാത്തലിസിസവും അതുപോലെ തന്നെ ഒമൻസ്, അതുപോലെ തന്നെ വിഷൻസ്, ഇതിലൂടെയൊക്കെ ഗോസ്റ്റിനെ വിഷൻ ചെയ്യുന്ന മൗര്യയെ നമ്മൾ കാണുന്നുണ്ട്. അതിലൂടെ ഒരു പേഗൻ കാത്തലിക് ഇന്റർസെഷൻ നമുക്ക് കാണാൻ പറ്റും. It's little like of him known of the sea. She seems to put more stock in power of nature than in power of God or wisdom of the priest. Direct reference to passage from book of Exodus അത് നമുക്ക് കാണാൻ പറ്റും. പേഗനിസത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ Maurya had a doubt about Bartley's assurances Michael's body won't worship while Bartley is gone, since she saw there is a star up against the moon. These kind of omens, these kind of visions are actually very important for the characters here. They believe in these kind of visions. Maurya's reference to getting holy water in the dark nights after Samhain is actually ഒരു പേഗൻ ഇതാണ്, ടേമാണ്. സോ ഞാനൊരു പേഗനിസത്തിന്റെ ഒരു എലമെന്റ്സ് കാണിക്കാനായിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. ദിസ് ഡിസ്മിസൽ ഓഫ് ഗോഡ്സ് പവർ കം ടു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഫൈനലി നമ്മൾ അതിന്റെ റെസൊല്യൂഷനിലേക്ക് വരുമ്പോൾ, പ്ലേഡ് റെസൊല്യൂഷനിലേക്ക് വരുമ്പോൾ, ലൈക്ക് നേച്ചർ ആക്ച്വലി വിൻസ് ആൻഡ് ദ പ്രേയേഴ്സ് ആക്ച്വലി ഗോസ് ഇൻ വെയിൻ. സോ ഇവിടെ നേച്ചറിനെ ടൈം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ നേച്ചറിനെ ഗോഡിന് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു എവല്യൂഷണറി ബയോളജിയുടെ ഒരു ഇൻസൈറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. മറ്റ് അനദർ ഇമ്പോർട്ടന്റ് തീം എന്ന് പറയുന്നത് ഫെയ്റ്റ് ആൻഡ് മൊറാലിറ്റിയാണ്. ത്രൂ ഔട്ട് ദ പ്ലേസ് ഇൻജർ പ്രസൻസ് മൾട്ടിപ്പിൾ omens ആൻഡ് സിംബിൾസ് സിഗ്നിഫൈങ് ഡെത്ത് which foreshadows Bartley's fatal accident. അതായത് ഫെയ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. നമുക്ക് ഫെയ്റ്റിന്റെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, മൗര്യ എത്രത്തോളം പ്രാർത്ഥിച്ചാലും, മൗര്യ എത്രത്തോളം സ്ട്രൈവ് ചെയ്താലും അവരുടെ മക്കളുടെ ഫേറ്റിനെ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ ഫേറ്റിനെ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യുന്നില്ല. ദാറ്റ് ഗോസ് ഓൺ ദി സ്ട്രെയിറ്റ് വേ ആസ് ഇറ്റ് ഷുഡ് ബി. ദ വൈറ്റ് ബോർഡ്സ് ദാറ്റ് മൗര്യ ബ്രോട്ട് Michael's coffin are on stage during the entire play, strongly implying that there will be at least one death. അത് സിമ്പിൾസ് ആണ് ശരിക്കും. വൈറ്റ് ബോർഡും റോപ്പും ഒക്കെ സിമ്പിൾസ് ആണ്. അടുത്ത തീമിലേക്ക് പോകുന്ന ഏജ് ആൻഡ് ജെൻഡർ ആണ്. ജെൻഡർ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തിരുന്നു, കാരണം ജെൻഡർ റോൾസിനെ വളരെ വ്യക്തമായിട്ട് അടയാളപ്പെടുത്താൻ ഈ ഒരു വർക്കിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മൗര്യയുടെ ആൻസൈറ്റീസിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, അതായത് നോബഡി ഈസ് ആക്ച്വലി ലെഫ്റ്റ്, നോ മെയിൽ മെമ്പർ ഈസ് ലെഫ്റ്റ് ടു ലുക്ക് ആഫ്റ്റർ ദെയർ ഫാമിലി. അതാണ് ശരിക്കും ഏറ്റവും അവരെ വേദനിപ്പിക്കുന്ന ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്, ഒരു കാര്യം എന്ന് പറയുന്നത്. എല്ലാ മെയിൽ മെമ്പേഴ്സും മരിച്ചുപോയി. ബ്രെഡ് വിന്നേഴ്സ് മെയിൽ മെമ്പേഴ്സിന് ആയിട്ടാണ്, അല്ലെങ്കിൽ അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അവിടെ ശരിക്കും പ്രസന്റ് ചെയ്തത്. മൗര്യ എന്ന ക്യാരക്ടറിലൂടെ അത് പ്രസന്റ് ചെയ്യപ്പെടുന്നു. അറ്റ് ദ സെയിം ടൈം മൗര്യ തന്നെ ഡൗട്ട്ഫുൾ ആണ്. കാത്തലീനെ കൊണ്ട് ബർട്ട്ലിയുടെ അഭാവത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു ഡൗട്ട്ഫുൾനെസ് അവിടെ കാണിക്കുന്നുണ്ട്. അതും ഈ ഒരു ജെൻഡർ ആസ്പെക്റ്റിനെ തന്നെയാണ് ഈ വ്യക്തമാക്കുന്നത്. അതുപോലെ ബാട്ട്ലിയുടെ ഫേറ്റ്, ബാട്ട്ലിയുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അഥറൻസ് ടു ദ ഫേറ്റ്, അതായത് ഹി ഹാസ് ടു ഗോ
എന്ന് പറയുന്നത്, ഗോ ടു സീ എന്ന് പറയുന്ന ആ ഒരു അതും ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏജിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഏജ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഐറണിയാണ്. അതായത് യങ് പീപ്പിൾ ആർ ഡൈയിങ് ആൻഡ് ഓൾഡ് പീപ്പിൾ ആർ ആക്ച്വലി റിമൈനിങ് ടു സീ ദർ ഡെത്ത്. ഐ മീൻ ദ യങ് വൺസ് ഇസ് ഡെത്ത്. ഈ ഒരു ആസ്പെക്റ്റിലെ ഏജ് വളരെ ഐറോണിക് ആയിട്ട് ഇതിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റത്തെ തീം എന്ന് പറയുന്നത് സീ ആണ്. സീയും നേച്ചറും, അതായത് സീ നേച്ചർ, സീ സ്റ്റാൻഡ്സ് ഫോർ നേച്ചർ, ഗോഡും തമ്മിലുള്ള ഒരു ക്ലാഷ് നമ്മൾ പല ഭാഗത്തും മെൻഷൻ ചെയ്ത് പോയിരുന്നു. ഗോഡ് ആണോ, ഐ മീൻ പ്രേയേഴ്സ് ആർ ബീങ് ചാന്റഡ് there, but at the same time faith is going on its own path. There is no deviation that happens to the faith. ഫെയ്റ്റിനെ ചലഞ്ച് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ പറ്റുന്നില്ല ഗോഡ്ലി പവർ വെച്ചിട്ട്. The sea is vast natural power which takes the lives of all of the family men is a constant threat to the place characters. I mean place characters എല്ലാം firm Christians ആണ്. അപ്പൊ അവരുടെ വിശ്വാസങ്ങളെ എല്ലാം ചലഞ്ച് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയിട്ടാണ് ശരിക്കും സീ ഇവിടെ എനാക്ട് ചെയ്യുന്നത്. The sea, a source of both nature and of anguish, comes to seem more powerful than God in the play. So ഇവിടെ പവർ സെന്റേഴ്സിനെ അല്ലെങ്കിൽ പവർ അപ്ഹോൾഡ് ചെയ്യുന്നതിനെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നേച്ചർ ആക്ച്വലി ഡോമിനേറ്റ്സ് ഓവർ ഗോഡ് അല്ലെങ്കിൽ ഗോഡ്ലി പവേഴ്സ്. സോ ആ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ പൊസിഷൻ ഈ ഒരു നാടകത്തിൽ സിഞ്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് രണ്ട് മേജർ ആയിട്ടുള്ള കൊട്ടേഷൻസ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാം. ദാറ്റ്സ് ഓൾ. ഓക്കെ.